ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി ചേർന്നിട്ട് നമ്മുടെ പൗഡർ ഏട്ടത്തിയോട് ചോദ്യം ചോദിക്കുകയാണ്. ഇനി ഏട്ടത്തി പറ, ട്രൂ ഓർ ഡെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ട്രൂ തന്നെ പറഞ്ഞേക്കാം എന്ന് ശ്രുതി പറയുക. എങ്കിൽ പിന്നെ ചോദിക്കാം, ഏട്ടത്തിയെ അവസാനമായിട്ട് പറഞ്ഞ കള്ളം ഏതാണ്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പെട്ടു എന്നൊരവസ്ഥയിൽ നിന്ന് പോവുകയാണ്. എന്തു പറയണമെന്നറിയാൻ പാടാത്തൊരവസ്ഥ. അങ്ങനെ അപ്പോൾ നമ്മുടെ സച്ചി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എടാ നീ നല്ല ചോദ്യം തന്നെയാണ് ചോദിച്ചത്. പൗഡർ ഏട്ടത്തിക്ക് പറ്റിയ ചോദ്യം തന്നെ, അടിപൊളിയടാ. അവർ പറയട്ടെ, അവർ പറഞ്ഞ അവസാനത്തെ കള്ളം ഏതാണെന്ന്. അപ്പോൾ നമ്മുടെ ശ്രുതി ഒന്ന് ആലോചിച്ച് ഇങ്ങനെ വല്ലാത്ത വെപ്രാളതയിൽ നിൽക്കുകയാണ്. കാരണം പറഞ്ഞത് മുഴുവനും കള്ളത്തരങ്ങളാണല്ലോ. സത്യം ആരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ശ്രീകാന്തും വർഷയും എന്താ എടുത്തി എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? വാ സത്യം പറയാന്നേ. ഏട്ടത്തി അവസാനമായിട്ട് പറഞ്ഞ കള്ളം ഏതാണ്? അതല്ലേ ഞങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ശ്രുതി പറയുക, അത് പിന്നെ നമ്മളെ ഓരോരുത്തരെയും കള്ളം പറയിപ്പിക്കുന്നത് അത് സാഹചര്യങ്ങളാണ്. അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് കള്ളം പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. കള്ളം പറയുന്നത് സത്യമാകില്ല, സത്യം പറയുന്നത് കള്ളം ആകില്ല എന്നൊക്കെ ഇങ്ങനെ തലകുത്തന രീതിയിൽ ഇവിടെ സംസാരിക്കുകയാണ് ശ്രുതി. ഇത് കേട്ട എല്ലാവരും വായം പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഇതെന്താ അവസാനം പറഞ്ഞ കള്ളം ഏതാന്നാ ചോദിച്ചത്, അല്ലാതെ ഇങ്ങനെ തലകുത്തിയുള്ള ഉത്തരമല്ല പറയാൻ പറഞ്ഞത്. നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഉരുണ്ട് കളിക്കുന്നത് പോലെയാണല്ലോ തോന്നുന്നത്. അപ്പോൾ ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചന്ദ്ര. അവളെ പഠിച്ച കുട്ടിയാണ്. അവൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെന്താ മനസ്സിലാക്കാനായിട്ട് കഴിയില്ലേ? രേവതി, നിനക്ക് പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത്. അപ്പോൾ വർഷയും ശ്രീകാന്തും, അപ്പം ഞങ്ങൾക്ക് പഠിപ്പുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. അത് പിന്നെ ചിലവർക്ക് അത് മനസ്സിലാവുള്ളൂ. അവൾ നല്ല തത്വമായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി അതെ ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാന്ന് വെച്ചാൽ പറ. ഏതായാലും ഞങ്ങളുടെ ചോദ്യം അവസാനം പറഞ്ഞ കള്ളമാണ്, അല്ലാതെ തത്വങ്ങൾ ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവസാനം പറഞ്ഞ കള്ളം പറ. അപ്പോൾ ശ്രുതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ശ്രുതിയാണെങ്കിൽ ആകെ വിറങ്ങലിച്ച് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. എന്ത് പറയും എൻ്റെ ദൈവമേ എന്ന് ചിന്തിച്ച്. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ പറയാൻ പറ്റില്ലടാ, ഇവർക്ക് അങ്ങനെ പറയാമെല്ലാം സാധിക്കുമോ? കാരണം ഇവർ പറയുന്നത് മുഴുവനും കള്ളമുണ്ട്, ഇപ്പം പറഞ്ഞതിലും കള്ളമുണ്ട്. അപ്പം പിന്നെ പറയാൻ സാധിക്കില്ല. എടാ സച്ചി, നീ മിണ്ടാതിരിക്കടാ. അവൾ പറഞ്ഞോളൂ. ഇനി ഏതായാലും ഈ പൗഡർ എടുത്തി കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ രവി പറയാണ്, സച്ചി നീ പറ, നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറ. അല്ലെങ്കിൽ വേണ്ട, രേവതി പറയട്ടെ. രേവതി പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. രേവതി ചോദിക്കാം, ട്രൂ ഓർ ഡെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി, ഓക്കെ, ട്രൂ. എങ്കിൽ പിന്നെ പറ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതായതേ ചേച്ചിക്ക് പേഴ്സണലായിട്ട് വല്ല ഇഷ്ടമുണ്ടോ, വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ അനിയത്തിയും ആങ്ങളെയും നന്നായിട്ട് പഠിക്കണം, അവർ ഉയർന്ന നിലയിലേക്ക് എത്തണം, അവർക്ക് നല്ല ജോലി കിട്ടണം, കുടുംബത്തെ നോക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ അനിയനും അനിയത്തൊക്കെ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവി ചോദിക്കുകയാണ്, മോളെ നിൻ്റെ കുടുംബത്തിലെ കാര്യമല്ല ചോദിച്ചത്, നിനക്ക് പേഴ്സണലായിട്ട് വല്ല ഇഷ്ടമുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ കണ്ണുകൾ നിറയുകയാണ്. അത് പിന്നെ അച്ഛാ, എന്താ മോളെ, നിനക്ക് നിൻ്റെതായ ഇഷ്ടമില്ലേ? ഇല്ല അച്ഛാ, എനിക്ക് എൻ്റെതായ ഇഷ്ടമില്ല അച്ഛാ, എനിക്കങ്ങനെ സ്വന്തമായിട്ട് ഇഷ്ടമൊന്നും തോന്നുന്നില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇത് അവസാനിപ്പിക്കുകയാണ്. ശരി, എങ്കിൽ പിന്നെ സച്ചി പറഞ്ഞോ, സച്ചിയുടെ മനസ്സിലെ ആഗ്രഹം എന്താണ് എന്ന് സച്ചിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി എടുത്ത് വായിക്കും. അതെങ്ങനെ സച്ചിയോട് ചോദിക്കുന്നത്? സച്ചിയോട് ട്രൂ എന്ന് ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ? അതൊന്നും പറ്റില്ല, നീ മിണ്ടാതിരിക്കടാ, അവൻ പറയട്ടെ. നീ പറ സച്ചി, നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമോ? ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. എൻ്റെ അച്ഛനും അമ്മയില്ലേ, എന്നെ കുഞ്ഞിലെ ഈ വീട്ടിൽ വിട്ടുകൊണ്ട് പോയതാ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനേ മുത്തശ്ശിയോട് പറയുമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനും അമ്മേനെയും കാണണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവർ രണ്ടുപേരും എന്നെ കാണാനായിട്ട് വന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വിട്ടിട്ട് പോയി.
ഒരുപാട് സങ്കടപ്പെടുമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള അമ്മയെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയട്ടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോട് ചെവിയിൽ ഇങ്ങനെ ഓതുകയാണ്. ശ്രുതി കണ്ടോ, ഇപ്പം അവൻ അമ്മയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കും, അത് കണ്ടോ? ആ കാണാലോ എന്നും പറഞ്ഞു. പക്ഷേ നമ്മുടെ സച്ചിയുടെ നാവിൽ നിന്നും നല്ലൊരു വർത്തമാനം തന്നെയാണ് വന്നത്. അതെ, എൻ്റെ അമ്മ എങ്ങനെയായിരുന്നെന്നറിയാവോ? എൻ്റെ അമ്മ എന്നെ രാവിലെ എണീപ്പിക്കും, ഭക്ഷണം വാരിത്തരും, സ്കൂളിൽ വിടാനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു തരും, നന്നായിട്ട് മുടിയിരുത്തരും, എന്നിട്ട് സ്കൂളിൽ കൊണ്ട് വിടുമ്പോഴേ എൻ്റെ കവളിൽ ഉമ്മയൊക്കെ തരുമായിരുന്നു. എന്നിട്ട് സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഒരു ദിവസം സാറെന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്താ എന്നോട് സാറോട് ചെയ്തതെന്നറിയാവോ? സാറെ പോയി പൊളിച്ചടുക്കി എൻ്റെ മകനെ നിങ്ങൾ വഴക്ക് പറയോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ സ്കൂളിൽ നിന്ന് എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പാടത്ത് കൂടി ഇങ്ങനെ നടന്ന് എൻ്റെ അമ്മ എന്നോട് ഓരോരോ കഥകളൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ സച്ചി ഭയങ്കര കരയാണ്. അപ്പോൾ സച്ചിയുടെ ഈ കരച്ചിലുണ്ടെങ്കിൽ രേവതിക്കും സഹിക്കാൻ പറ്റില്ല. രേവതിയും കൂടെ ഇരുന്ന് കരയുക. പക്ഷെ ചന്ദ്രയ്ക്കൊന്നും ഒരു കുലുക്കുമില്ല. ചന്ദ്ര വിചാരിക്കണത് എപ്പോൾ നടന്ന സംഭവം എന്നാണ് ചന്ദ്ര ചിന്തിക്കുന്നത്. അപ്പോൾ വീണ്ടും സച്ചി തുടരുകയാണ്. അതെ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണമൊക്കെ വാരിത്തരും, ഓരോരോ കഥകളൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് എൻ്റെ പൊന്നുമോനല്ലേ അമ്മ അമ്മയുടെ മടിയിൽ കിടക്ക്. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അമ്മയുടെ മടിയിൽ കിടക്കും. അമ്മ എനിക്ക് ഇങ്ങനെ തല ഓടിത്തരും. പിന്നെ ഞാൻ ഒളിച്ചു നിൽക്കുമ്പോൾ അമ്മ എന്നെ കണ്ടുപിടിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓട്ടവും ചാട്ടവും ഒക്കെയായ നല്ല കളികളെല്ലാം കളിക്കും. അങ്ങനെയായിരുന്നു. ഇതെല്ലാം എൻ്റെ സങ്കല്പത്തിലുള്ള അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ആഗ്രഹിച്ചത് എന്ന് പറയുക. ഇതൊക്കെ കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ തന്നെ നോക്കി നിൽക്കുകയാണ് സച്ചി പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ എന്നെ ചതിച്ചു. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ചില തെറ്റുകളെല്ലാം ഇവിടെ ചിലവർ ചെയ്തു. സത്യം എന്താണെന്ന് ഇതുവരെ ആർക്കും ഒന്നും അറിയില്ല. സത്യം. പക്ഷേ എല്ലാത്തിനും കാരണക്കാരൻ ആരാണെന്നറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ ഇങ്ങനെ നോക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സുധി ആകെ വെപ്രാളപ്പെട്ട് ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇവനെങ്ങാനും സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ പെട്ടുപോകും എന്നൊരവസ്ഥയിലാണ് സുധി നിൽക്കുന്നത്. അപ്പോഴും നമ്മുടെ സച്ചി പറയാണ്, ഏതായാലും ഇത്രയും നാള് ആർക്കും ഒരു സത്യവും അറിയില്ലായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയാൻ പോവാ ആ സത്യം എന്താണെന്ന്. എന്നെ കുറ്റക്കാരനാക്കിയ ആ സത്യം എന്താണെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാനായിട്ട് പോവാണ് എന്ന് സച്ചി ഇങ്ങനെ പറയേണ്ട താമസം പെട്ടെന്ന് നമ്മുടെ രവി ഇങ്ങനെ ചുമയ്ക്കുന്നത് പോലെ കാണിക്കുക. അപ്പോൾ രവി പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചുപൊത്തി ഇങ്ങനെ ചുമയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര, അയ്യോ രവിയേട്ടാ, എന്തു പറ്റി രവിയേട്ടാ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ സച്ചി രവിയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രവി കണ്ണടച്ച് കാണിക്കുകയാണ്. വേണ്ട മോനെ, നീ സത്യം പറയരുത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സച്ചിക്ക് മനസ്സിലായി. അപ്പോൾ സച്ചിയാണെങ്കിൽ പെട്ടെന്ന് അരിശം വന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. അപ്പോൾ സച്ചിയേട്ടാ നിൽക്ക്, സച്ചിയേട്ടാ എന്ത് സച്ചിയേട്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് ചാടി എണീക്കുകയും ചെയ്യാണ്. അപ്പോൾ സുധി ഒന്ന് നമ്മുടെ രവിയെ നോക്കുക. അപ്പോൾ ചന്ദ്രേ, അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ ചന്ദ്രേ, നിന്നെ അത്രമാത്രം സ്നേഹമുണ്ട്. അവൻ്റെ സങ്കല്പത്തിലെ അമ്മയാണ് അവൻ പറഞ്ഞിട്ട് പോയത്. അവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ, അതൊന്നും ഞാൻ കാര്യമാക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ അവൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷേ അവൻ്റെ മനസ്സിലിരിപ്പ് ഇവിടെ പറയാനായിട്ട് പോയതാണ്. സത്യം, യഥാർത്ഥ സത്യം എന്താണെന്ന് അവനിവിടെ അവതരിപ്പിക്കാനായിട്ട് പോയതാ. പക്ഷേ അവനെവിടെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങളെല്ലാവരും വെന്തുരുകുമായിരുന്നു. പിന്നെ നമ്മൾ ആഘോഷിക്കാൻ വന്നില്ലേ, ഈ പൊങ്കൽ ആഘോഷിക്കാൻ വന്നത് മുഴുവനും സന്തോഷമെല്ലാം കെട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. അത് ചിലവർക്കൊക്കെ ഇവിടെ നല്ലതായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സുധിയെ നോക്കി പറയാണ്. സുധിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാൻ പാടില്ല. അങ്ങനെ സുധിയും അതേപോലെ തന്നെ ശ്രുതിയും എണീറ്റ് പോവുകയാണ്. വർഷയും ശ്രീകാന്തും ഒക്കെ എണീറ്റ് പോവുക. അപ്പോൾ നമ്മുടെ അച്ചമ്മ ചന്ദ്രയെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, ചന്ദ്രേ, അവൻ പറഞ്ഞത് അവൻ്റെ മനസ്സിലെ ഉരുക്കമായ കാര്യങ്ങളാണ്. നീ എന്ന സങ്കല്പമാണ് പറഞ്ഞത്. അവനെ ചെറുതിലേ ഇവിടെ വിട്ടിട്ട് പോകുമായിരുന്നല്ലോ. അപ്പോഴൊക്കെ അവൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു, എനിക്ക് അമ്മയെ കാണണം, അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഭയങ്കര കരച്ചിൽ കരയുമായിരുന്നു. അപ്പോഴൊന്നും നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും നീ സച്ചിയെ വെറുക്കുന്നു. അവനോട് നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല നീ. എന്തിനാ ചന്ദ്രേ എല്ലാവരും നീ ഒരേപോലെ കാണണം? ഞാനെന്തിനാ കാണുന്നത്? അവൻ എപ്പോഴും തർക്കുത്തരങ്ങൾ മാത്രമേ പറയുള്ളൂ. അവൻ്റെ നാവിൽ നിന്ന് വന്ന വർത്തമാനങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലേ? പിന്നെ എന്തിനാണ്? മറ്റുള്ള മക്കൾ അങ്ങനെയല്ലല്ലോ. അവൻ കാണിച്ചു വിടുന്ന ഓരോ കാര്യങ്ങൾക്കുമാണ് ഞാനവനെ വെറുത്തത് എന്ന് ചന്ദ്രയും പറയാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് എണീറ്റ് പോവുകയാണ്. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രേവതി സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും, എന്താ രേവതി നീ എന്തിങ്ങനെ നോക്കുന്നത്? കിടന്ന് ഉറങ്ങുന്നില്ലേ? ഓ, നിലാ വെളിച്ചില്ലല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കൊടയും ടോർച്ചും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കൈ കയറി പിടിക്കണം. സച്ചിയേട്ടാ ഒന്നും വേണ്ട, സച്ചിയേട്ടൻ ഇവിടെ ഒന്ന് ഇരുന്നേ. എന്താ രേവതി? സച്ചിയേട്ടാ, സച്ചിയേട്ടന് അമ്മയെ ഒരുപാട് ഇഷ്ടമാണല്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടുന്നില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ. അതെ, കല്യാണത്തിന് മുമ്പേ സച്ചിയേട്ടൻ എല്ലാവരെയും ധിക്കരിച്ചെടുക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. എനിക്ക് അന്നേരം സച്ചിയേട്ടനോട് ഭയങ്കര ഒരു അരിശവും വെറുപ്പൊക്കെ ആയിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ആ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളെന്ന്, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത് സച്ചിയേട്ടാ. സച്ചിയേട്ടനും അമ്മയും കൂടി നല്ല വഴക്കുണ്ടാകും. അമ്മയ്ക്കാണെങ്കിൽ സച്ചിയേട്ടന് തീരെ ഇഷ്ടവുമല്ല. ശ്രീകാന്തിനെയും നിങ്ങളുടെ ഏട്ടനെയൊക്കെയാണ് അതെ അമ്മയ്ക്കിഷ്ടം. നിങ്ങളെപ്പോഴും വഴക്ക് പറയും, കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോഴും നിങ്ങളും അമ്മയോട് തർക്കിച്ച് സംസാരിക്കാറൊക്കെയുണ്ട്. അങ്ങനെ തർക്കിച്ച് സംസാരിക്കുമ്പോഴും അമ്മയോടുള്ള ഇഷ്ടം മനസ്സിലുണ്ടല്ലേ? അമ്മ അങ്ങനെ വഴക്ക് പറയുമ്പോഴും ചങ്കിൽ കിടന്ന് പെടയുകയാണല്ലേ, നീറുകയാണല്ലേ സച്ചിയേട്ടാ? അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ് സച്ചിയേട്ടാ. രേവതി, എനിക്ക് അമ്മയെ ഇഷ്ടമാണ്. അമ്മയെ ഇഷ്ടമല്ലാത്ത മക്കൾ ഏതാ ഉള്ളത്? അമ്മയുടെ സ്നേഹവും ലാളനയും ആഗ്രഹിക്കാത്ത മക്കൾ ഏതാണുള്ളത്? അതേപോലെ തന്നെ എനിക്കും എൻ്റെ അമ്മയെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് സച്ചിയേട്ടാ. എങ്കിൽ പറ സച്ചിയേട്ടാ. സച്ചിയേട്ടൻ അവിടെ എന്തോ സത്യം പറയാനായിട്ട് തുടങ്ങിയതല്ലേ? ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് ആ സത്യം പറയുമെന്നും പറഞ്ഞ് തുടങ്ങിയതല്ലേ? അച്ഛൻ ആംഗ്യം കാണിച്ച് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിച്ചത് കൊണ്ടാ സച്ചിയേട്ടൻ ആ സത്യം പറയാതിരുന്നത്. പറ സച്ചിയേട്ടാ, എന്നോട് പറ, എന്താണ് ആ കാര്യം? വിട് രേവതി, ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട, ഒക്കെ വിട്ടേര് സച്ചിയേട്ടാ. എന്നോടെങ്കിലും തുറന്നു പറയാനായിട്ട് പാടില്ലേ? സച്ചിയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച ആ വലിയ രഹസ്യം എന്താണ്? അത് പറഞ്ഞതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ രേവതി? അതുകൊണ്ട് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ വെറുത്തിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇനി ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും നമ്മുടെ സച്ചി പറയുക. അപ്പോൾ രേവതിയാണെങ്കിൽ ഇതെല്ലാം കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുകയും ചെയ്യുകയാണ്. ഇനി സച്ചിയുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം തുറന്നു പറയോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.